CPM അക്രമമെന്ന പ്രശ്നമുയർത്തി ദേശീയ വ്യാപകമായി RSSും BJP നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര നേതാക്കൾ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുന്നതൊന്നും മണിയാശന്റെ മുന്നിൽ ചിലവാകില്ല. CPM സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നാണ് അവരോടുള്ള മണിയാശന്റെ മറുപടി. ഇവിടെ കണ്ണൂരോ കാസർഗോഡോ ഇവിടെ കേരളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്ത് സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിന് വിഘാതം ഉണ്ടാക്കുക എന്നാണ് അവരുദ്ദേശിക്കുന്നത്. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുക എന്ന ലക്ഷ്യമാണ് RSSും കുമ്മനം രാജശേഖരനും എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അഖിലേന്ത്യാ തോതിൽ നിന്ന് നേതാക്കന്മാർ RSSകാരെ കൊണ്ടുവന്ന് ഇവിടെ ഭീഷണി ഉയർത്തുക. മനസ്സിലായില്ലേ? ഇതിലൊന്നും ബന്ധപ്പെടാതെ നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഡൽഹിയിൽ പോയി അട്ടഹാസം ഉണ്ടാക്കുക, അക്രമം നടത്തുക, ഇതെല്ലാം അവരുടെ പണിയാണ്. ഞങ്ങളുടെ പണിയൊന്നുമില്ല. ഞങ്ങൾ മനഃപൂർവ്വമായി യാതൊരുവിധ അക്രമ പ്രവർത്തനത്തെയും സഹായിക്കാൻ താല്പര്യമില്ല. കേന്ദ്രത്തിൽ പിണറായി അരി വാങ്ങാൻ പോയപ്പോൾ പോലും ഇവിടെ കുമ്മനവും കൂട്ടരും അക്രമ പ്രശ്നം ചൂണ്ടിക്കാട്ടി ആനക്കാര്യത്തിനിടയിൽ ചേനക്കാര്യം കൊണ്ടുവന്നു എന്നാണ് മണിയാശാന്റെ പരാതി. കുമ്മനം രാജശേഖരൻ്റെയൊക്കെ പാർട്ടിയും RSSും രാജ്യത്ത് ഇറച്ചി തിന്നതിൻ്റെ പേരും മനുഷ്യനെ പച്ചയ്ക്ക് തല്ലിക്കൊല്ലുക, ഇതെല്ലാമല്ലേ? ദളിത് പീഡനം നടത്തുക, എന്തെല്ലാം അക്രമമാണ് അവർ രാജ്യത്താകെ നടത്തിയത്. എന്നിട്ട് അവർ സമാധാനത്തിൻ്റെ അപസ്ഥലന്മാരായി ഇവിടെ നടിക്കുക. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അരിയുടെ കാര്യം പറയാൻ അവിടെ പോയപ്പം കുമ്മനം അരിയുമായി കൂട്ടി കുടിച്ചോണ്ടാണ്. ആദ്യം പിണറായി വിജയൻ ഇവിടുത്തെ സമാധാനത്തെ പറ്റിയാണ് പറയേണ്ടതെന്നാണ് അങ്ങേര് പറയുന്നത്. ഇവിടെ ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയല്ല കുമ്മനം രാജശേഖരനെ പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. വേറെ കാര്യമാണ്. ആനക്കാരൻ പറയുമ്പം ചേനക്കാരും പറയുന്ന പോലുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ ഏറ്റവും ഒടുവിൽ നടന്ന കൊലപാതക കേസിൽ പിടിയിലായത് CPMകാരാണെന്ന് പോലീസും അല്ലെന്ന് കോടിയേരിയും മണിയാശാനും സംയുക്തമായും ആണയിടുന്നു. ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപൂർവ്വം പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. ഞങ്ങൾ ഒരു കാര്യമില്ല, അങ്ങനല്ല, ഞങ്ങളല്ല എന്ന് പറഞ്ഞ മിനിമം ഒരു സാമാന്യ മര്യാദ പത്രക്കാരും ഞങ്ങളോട് കാണിക്കണ്ടേ? ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളൊന്നും ആ നിലയിൽ പരിഗണിക്കണ്ടേ? ഞങ്ങളില്ലെന്ന് പറഞ്ഞ് നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നുള്ള മട്ടിൽ ഞങ്ങളുടെ നേരെ ഇത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് ചോദിച്ചോട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്തത് പാർട്ടിക്കാരാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? പണ്ട് മണക്കാട് മണിയാശാൻ തുറന്നു പറഞ്ഞതുപോലെ. അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യം. അങ്ങനെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ല. കാരണം എൻ്റെ പേരിലും കേസൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് പ്രതികരിക്കാൻ അറിയാൻ മേലാത്ത ആളൊന്നുമല്ല. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വിരട്ടുന്നത് CPM നേതാക്കളെ മാത്രമല്ല, സിനിമാ സംഘടനാ നേതാക്കളെ കൂടിയാണ്. കമലിനും MDക്കും അനുകൂലമായി പ്രതിരോധ സംഗമം നടത്തിയ സിനിമാക്കാരോടാണ് ശോഭാ സുരേന്ദ്രന്റെ രോഷം. കേരളത്തിലെ ഒരു വിഭാഗം വരുന്ന സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഒരാളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാൻ വിചാരിച്ചു ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ സുരേഷ് ഗോപി വരും, അവിടെ മോഹൻലാൽ വരും, അവിടെ മമ്മൂട്ടി വരും, പിന്നെ ദിലീപ് വരും, ജയറാം വരും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ സാഹിത്യ സാംസ്കാരിക നായകന്മാർ എന്ന് പറഞ്ഞ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു വലിയ പരിപാടി, ഒരു പ്രതിഷേധ പരിപാടി നിങ്ങൾ അങ്ങനെ അവിടെ സംഘടിപ്പിച്ചു. ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ്. ഫെഫ്ക എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഉണ്ണികൃഷ്ണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉലുവ കഷായം വെച്ച് കൊടുക്കലല്ലോ നിങ്ങളുടെ പണി. അതല്ലേ നിങ്ങൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫെഫ്കയുടെ നേതൃത്വത്തിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായി ഫെഫ്ക കേരളത്തിൽ അധപ്പതിച്ചിരിക്കുക. ഞാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണനോട്, ഫെഫ്കയോട്, അവിടെ നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുന്നോട്ട് വന്നവരോട് ഞങ്ങൾ ഒരു കാര്യം ചോദിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത വിമലാദേവിയെ ചുട്ടുകരിച്ച് കൊലപ്പെടുത്തിയപ്പോൾ നാക്ക് പിണറായി തമ്പുരാന്റെ മുന്നിൽ പണയം വെച്ച ഫെഫ്കയുടെ നേതാവിനോടും സഹപ്രവർത്തകരോടും ഞങ്ങൾ ചോദിക്കുന്നു, ആ വിമലാദേവിയുടെ കുഞ്ഞിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇനി കവിമാഷിന്റെ ക്ലാസ് കേൾക്കാം, ഇടവേളയ്ക്ക് ശേഷം. ഭാവഗാനങ്ങളും ഭാവകവിതയൊക്കെ വന്നത് ഇംഗ്ലീഷുമായുള്ള ബന്ധത്തിനനുസരിച്ച് ലിറിക്സൊക്കെ അവിടെയാണ് ആദ്യം ഉണ്ടായത്. വേർഡ്സ്വർത്തും കോളറടിച്ചും കീറ്റ്സും ഷെല്ലിയും ബൈറണും ഒക്കെ ഉണ്ടായിരുന്നല്ലോ.